الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ പ്രസിദ്ധമായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ സൂറത്തിൻ്റെ പേര് സൂറത്തു ലുഖ്മാൻ എന്നാണ്. ഖുർആനിലെ ധാരാളം പ്രവാചകന്മാരുടെ പേരിൽ, അമ്പിയാക്കന്മാരുടെ, മുർസലുകളുടെ പേരിൽ അധ്യായങ്ങളുണ്ട്. എന്നാൽ പ്രവാചകന്മാരിലൊന്നും പെടാത്ത, അമ്പിയ മുർസലുകളിലൊന്നും പെടാത്ത ഒരു മനുഷ്യനാണ് ലുഖ്മാൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അധ്യായം വിശുദ്ധ ഖുർആനിൽ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാന് നാം തത്വജ്ഞാനം നൽകി. നല്ലൊരു ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വലിയ തത്വങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ ചില വാക്കുകളും അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങളും ആ അധ്യായത്തിൽ അള്ളാഹു എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ തത്വജ്ഞാനിയായ ലുഖ്മാൻ, ഫിലോസഫറായ ഈ മനുഷ്യൻ, അയാളൊരു അടിമയായിരുന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യരിൽപ്പെട്ട ആള്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹത്തോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ യജമാനൻ ആവശ്യപ്പെട്ടു അത്രേ, ഒരാടിനെ അറുക്കണം. ഒരാടിനെ അറുത്ത് അതിൻ്റെ ഏറ്റവും നല്ല 2 അവയവങ്ങൾ കൊണ്ടുവരണം. ലുഖ്മാൻ ചെന്നു, ആടിനെ അറുത്തു. ആടിൻ്റെ ഏറ്റവും നല്ല 2 അവയവങ്ങൾ കൊണ്ടുവന്നു. വീണ്ടും യജമാൻ ആവശ്യപ്പെട്ടു, ഒരാടിനെ കൂടി അറുക്കണം. ആടിൻ്റെ ഏറ്റവും മോശം 2 അവയവങ്ങൾ കൊണ്ടുവരണം. ആദ്യം കൊണ്ടുവരാൻ പറഞ്ഞാൽ നല്ല 2 അവയവങ്ങളാണ്. രണ്ടാമത് ആവശ്യപ്പെട്ടത് ഏറ്റവും മോശം 2 അവയവങ്ങൾ കൊണ്ടുവരാനാണ്. ലുഖ്മാൻ ചെന്നു, ആടിനെ അറുത്തു. ആടിൻ്റെ ഏറ്റവും മോശം 2 അവയവങ്ങളുമായി വന്നു. നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ആടിൻ്റെ നാവും ഹൃദയവുമായിരുന്നു. ഏറ്റവും മോശം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അപ്പോഴും ലുഖ്മാൻ കൊണ്ടുവന്നത് നാവും ഹൃദയവുമായിരുന്നു. ഒരു വലിയ തത്വമാണ് അദ്ദേഹം അതിലൂടെ പഠിപ്പിക്കുന്നത്. എന്താ അത്? നന്നായാൽ ഇതിനേക്കാൾ നല്ല അവയവം ശരീരത്തിൽ വേറെ ഇല്ല. കേടുവന്നാലോ ഇതിനേക്കാളും ദുഷിച്ച അവയവങ്ങളും വേറെയില്ല. മനസ്സും വാക്കും, അതാണ് ഹൃദയവും നാവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നന്നായാൽ അതിനേക്കാളും നല്ല ഒരു മനുഷ്യൻ വേറെയില്ല. കേടുവന്നാലോ അതിനേക്കാളും മോശം മനുഷ്യൻ വേറെയില്ല. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അയാളുടെ നല്ല മനസ്സും നല്ല വാക്കും.
ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, വെറുക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണവും വാക്കും മനസ്സുമാണ്. നമ്മുടെ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഈ രണ്ട് കാര്യങ്ങളും നല്ലതാണെങ്കിൽ അത് മതിയാവും. എല്ലാവരും നല്ല സംസാരമുള്ള ആളുകൾ, എല്ലാവരും നല്ല മനസ്സുള്ള ആളുകൾ, ആ വീട്ടിലുണ്ടാകുന്ന സന്തോഷവും സമാധാനം എത്രയായിരിക്കും? നമ്മുടെ സ്ഥാപനങ്ങൾ എങ്ങനെയാണെങ്കിൽ ഇത്ര സമാധാനവും സന്തോഷമായിരിക്കും. ഇത് നേരെ തിരിച്ചാണെങ്കിലോ അതിനേക്കാളും പ്രയാസമുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല. ഇതേത് മേഖലയിൽ നമ്മൾ ഇടപെടുന്നിടത്തും വാക്കും മനസ്സും നല്ലതാണെങ്കിൽ അതിനേക്കാളും നല്ല മനുഷ്യൻ വേറെ ഇല്ല. അതുതന്നെ അള്ളാഹും ഇഷ്ടപ്പെടുന്നത് നല്ല വാക്കും നല്ല മനസ്സുമുള്ളവരെയാണെന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പല സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലത് പറയണം എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിലും ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല വാക്ക് പറയണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കണം സംസാരിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? യുസ്ലിഹ് ലക്കും അഅമാലക്കും, എങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നന്നാവും. നിങ്ങൾ വാക്ക് നന്നാണെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും നന്നാവും, നിങ്ങളുടെ ബാക്കി എല്ലാ ഇടപെടലും നന്നാവും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സംഗതിയാണ്. എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ, നല്ലത് പറയട്ടെ എന്നാണ്. എൻ്റെ വിഷയം അതുമായി ബന്ധപ്പെട്ടതാണ്. നല്ല വാക്ക്, അതാണ് വിശ്വാസിയുടെ വാക്ക്. ഓരോ വാക്കും വിലപ്പെട്ടതാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വാക്കും വിലപ്പെട്ടതാണ്. ഒരു വിശ്വാസി സംസാരിക്കുന്ന ഓരോ വാക്കും പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സംഗതി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വിശ്വാസികളോട് പറയുന്നില്ല, ലാ തുകല്ലിം, നീ സംസാരിക്കരുത്, ബിഖലാമിൻ തുഅദറു മിൻഹു അദാ, നാളെ ഖേദിക്കേണ്ടി വരുന്ന ഒരു വാക്ക് നീ ഇന്ന് പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? പറഞ്ഞതിന് ശേഷം ഖേദിക്കുന്നതിനെ പറ്റി എല്ലാ പ്രവാചകൻ പറയണത്. പിന്നെയോ, നീ ഇന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നാളെ ആ വാക്കിന്റെ പേര് നീ ഖേദിക്കാൻ പാടില്ല. ഒരു വർത്താനം പറയുന്നതിന് മുമ്പ് ആലോചിക്കണം എന്നാണ്. വാക്ക് പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇതിന്റെ പേരിൽ ഞാൻ നാളെ ഖേദിക്കേണ്ടി വരുമോ? ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ വർത്താനം കൊണ്ട് നാളെ ഞാൻ ഖേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ ദുനിയാവിലാകാം, ചിലപ്പോൾ ആഖിറത്തിലാകാം. ആലോചിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാനൊരു അനുഭവം പങ്കുവെക്കട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകൾ എൻ്റെ കൂട്ടത്തിലുണ്ടാകും, പ്രത്യേകിച്ച് സംഘടനാപരമായി ഇടപെടുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ആ സംഭവം അവരുടെ മൈൻഡിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. എന്താണെന്നറിയോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ ഗ്രൂപ്പാണ്. അപ്പോൾ അതിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ ഒരല്പം ദൈർഘ്യമുള്ള ഒരു മെസ്സേജ്, വോയിസ് ഇങ്ങനെ അയക്കുകയാണ്. അപ്പോൾ അയക്കുന്നതിനിടയിൽ ഒരു ശബ്ദം, ഒരു അപശബ്ദം എന്ന് തോന്നുന്ന ഒരു ശബ്ദം അതിങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു സുഹൃത്ത്, അദ്ദേഹം അതിൻ്റെ താഴെ വോയിസായി അയച്ചു, എന്താ നിൻ്റെ സംസാരത്തിനിടയ്ക്ക് ഒരു നായ കുരക്കണ ശബ്ദം ഉണ്ടല്ലോ. തമാശ രൂപത്തിൽ അയച്ചതാണ്. അപ്പോൾ ഈ ആദ്യം വോയിസ് അയച്ച സഹോദരൻ അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ മകളുടെ ശബ്ദമാണ്, ജനിച്ചിട്ട് ഇതുവരെ സംസാരിക്കാത്ത, ശബ്ദം മാത്രം ഉണ്ടാക്കുന്ന എൻ്റെ മകളുടെ ശബ്ദമാണ്. പിന്നെ ആ ഗ്രൂപ്പിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? ആരോഗ്യപരമായി പ്രശ്നമുള്ള, പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അതും അതേ ഗ്രൂപ്പിൽ മെസ്സേജ് വരെ ഉണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തമാശക്ക് പറഞ്ഞതാണ്. പക്ഷെ പിന്നെയും തൻ്റെ ആ സുഹൃത്തിനെ കാണേണ്ടി വരുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എത്ര കാലം കഴിഞ്ഞാലും അയാൾക്കത് മറക്കാൻ കഴിയും? കൊല്ലങ്ങൾക്ക് മുമ്പ് ആ നടന്നപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ പറഞ്ഞ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. തമാശക്ക് പറഞ്ഞതാണ്, വേദനിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ നാളെ ഖേദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടായിക്കൂടാ.
വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളതിന് തയ്യാറാക്കാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ദേഷ്യമാണ്, കോപമാണ്. ദേഷ്യം പലപ്പോഴും മനുഷ്യന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അല്ലേ? പല ആൾക്കാരും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലേ, ഞാൻ ജന്മന ഇങ്ങനെയാണ്, അതെനിക്ക് മാറ്റാൻ പറ്റൂല. പിന്നെന്തിനാ ഖുർആനും ഹദീത്തും? പിന്നെ എന്തിനാണ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും ഹദീത്തുകളും എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതെനിക്ക് മാറ്റാൻ കഴിയൂല. ഇവിടെയാണ് മഹാന്മാരായ സ്വഹാബാക്കൾ അത്ഭുതകരമായി പ്രവാചകന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിയ നമുക്ക് കാണാൻ കഴിയുന്നത്. അലി റളിയല്ലാഹുവിന്റെ ഒരു സംഭവമുണ്ട്. അത് നടന്നത് ഖൈബർ യുദ്ധവേളയിലാണെന്നും അതല്ല ഒരു വിചാരണയുടെ വേളയിലാണെന്നും പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഇതെല്ലാം സംഭവം ഇതാണ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തി. ഖൈബർ യുദ്ധവേളയിലാണെങ്കിൽ തൻ്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തി വാൾ ഉറയിൽ നിന്നൂരി അയാളുടെ തല ഛേദിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ ഈ ശത്രു അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് തുപ്പി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാളെ വിട്ടയച്ചു എന്നാണ്. നീ പൊയ്ക്കോന്ന് പറഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്തി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു അലിയെ അങ്ങ് എന്നെ വിട്ടയക്കാൻ കാരണം? നിങ്ങളുടെ മുഖത്ത് തുപ്പിയിട്ടും എന്തിനെന്നെ വിട്ടയച്ചു? അവിടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തത് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തതും നിന്നെ കീഴ്പ്പെടുത്തിയതും. പക്ഷെ ആ സമയത്ത് നീ എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് നിന്നോട് പ്രതികാരം ചെയ്തിരുന്നുവെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ പ്രതികാരമാകുമായിരുന്നു. അതാണ് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ, ആത്മനിയന്ത്രണം. അതാണ് ഖുർആനും ഹദീത്തുകളും ഹൃദയത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യന്റെ പ്രത്യേകത. അതാണ് സ്വഭാവത്തെ മാറ്റാൻ, ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നിടത്താണ് നമ്മളെ വിജയം. അല്ലെങ്കിൽ പിന്നെ വിശ്വാസി അവിശ്വാസി നമ്മളെ വ്യത്യാസം എന്താണ്? എന്ത് വ്യത്യാസം നമ്മൾ തമ്മിലുള്ളത്? ആയത്തുകൾ ഇന്നേ വരെ ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് എൻ്റെ ജീവിതത്തിലെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്തി എന്ന് പറയാൻ ആർക്കാ കഴിയുക? നമ്മൾ സാധാരണ നിസ്കാരത്തിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ കൈ എങ്ങനെ പൊക്കണം, ഉയർത്തണം, താഴ്ത്തണം, വിരലെങ്ങനെ വെക്കണം, സുജൂദിലേക്ക് എങ്ങനെ പോകണം, അത്തഹിയാത്തിൽ തശഹുദിൽ ഇരിക്കുമ്പോൾ വിരലെങ്ങനെ അനക്കണം, ഖുർആനിൽ എന്താ ഉള്ളത്, ഹദീത്തിൽ എന്താ ഉള്ളത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കും അല്ലെ? ഖുർആൻ ഹദീസ് ഒക്കെ നമ്മൾ നോക്കും. പക്ഷേ ഖുർആൻ പഠിപ്പിക്കുന്ന സ്വഭാവം, ഖുർആൻ പഠിപ്പിക്കുന്ന പെരുമാറ്റ മര്യാദകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന വിട്ടുവീഴ്ച, ഇത് എത്ര നമ്മൾ പ്രാവർത്തിയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഈ വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല നമുക്ക് പറയാൻ കഴിയും. ഇവിടെയാണ് ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ കോപ നിയന്ത്രണത്തിൽ മാറ്റം ഉണ്ടാകണം. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു സംഭവം, രസകരമായൊരു സംഭവം. ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഒരിക്കൽ ഒരു താബികളിൽപ്പെട്ട ഒരാൾ, ഹുർറ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ഈ ഹുർറ് എന്ന് പറയുന്ന താബികളിൽപ്പെട്ട മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമറെ, നിങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ അനുവാദം ചോദിക്കാനുണ്ട്. ഒയൈന എന്ന് പറയുന്ന ഒരു മനുഷ്യന് നിങ്ങളെ കാണണം, എന്തോ ഒരു പരാതി പറയാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞെങ്കിൽ നാളെ ആ മനുഷ്യനോട് വരാൻ പറയും. അപ്പോൾ ഈ ഒയൈന എന്ന് പറയുന്ന മനുഷ്യനെ കൂട്ടി പിറ്റേന്ന് ഈ ഹുർറ് എന്ന് പറയുന്ന ആള് ഉമറിൻ്റെ അടുത്തേക്ക് വന്നു. ഈ ഹുർറ് എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ പണ്ഡിതന്മാരായ ധാരാളം ചെറുപ്പക്കാരുണ്ടായിരുന്നു, അതിൽപ്പെട്ട ഒരാളാണ്. അപ്പം ഈ ഹുർറ് ഒയൈനയെ കൂട്ടി വന്നു. ഒയൈനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു അറാബിയാണ്, ഗ്രാമീണനായ. ഇന്നത്തെ കാലത്ത് അറാബി എന്ന് പറഞ്ഞാൽ എഴുത്തോ വായനയൊന്നും അറിയാത്ത നിരക്ഷരവും അതുപോലെ തന്നെ ഈ സാംസ്കാരികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയാത്ത മനുഷ്യരാണ്. അങ്ങനെ അറാബിയായ ഒയൈനയെ കൂട്ടി ഉമറിന്റെ മുന്നിലേക്ക് വന്നു. ഉമറിന്റെ മുന്നിലേക്ക് വന്ന ഉടനെ ഈ ഒയൈന പരാതി പറയാൻ തുടങ്ങി. എന്താ പരാതി എന്നറിയോ? ഉമർ, നീ ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, നീ ഞങ്ങളുടെ നാട്ടുകാരോട് അനീതിയാണ് കാണിച്ചത്, ഞങ്ങളുടെ നാട്ടുകാരെ നീ പരിഗണിക്കുന്നില്ല. ആരോടാ പറയണത്? ഉമറിനോടാ പറയണത്. തൻ്റെ ഭരണകാലത്തിൽ രാപ്പകലില്ലാതെ എങ്ങനെ നീതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനോടാണ് ഒരാൾ വന്ന് പറയണത്, ഉമറെ, നീ നീതി കാണിച്ചിട്ടില്ല,
നാട്ടിൽ മണൽക്കാറ്റുണ്ടായപ്പോൾ നാട് മുഴുവൻ പട്ടിണിയിലായപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ഞാൻ വെണ്ണ പുരട്ടിയ റൊട്ടി കഴിക്കൂ എന്ന് പ്രഖ്യാപിച്ച ഉമറുൽ ഫാറൂഖിനോടാ പറയണത്, ഉമറെ നിങ്ങൾ നീതി കാണിച്ചിട്ടില്ല. ഞാൻ ഉമറിന്റെ ഭരണമൊന്നും വിശദീകരിക്കണ്ടല്ലോ, നമുക്കൊക്കെ അറിയണതല്ലേ. ഇത് കേട്ടപ്പോൾ ഉമറിന് സഹിച്ചില്ല. ഉമറല്ലാന് ദേഷ്യം വന്ന് ഇരുന്നിടന്ന് ചാടി എണീറ്റു, വാളൂരിയെടുത്തു. എന്തും ചെയ്യുമെന്നൊരു രംഗം. ഉമറുടെ സ്വഭാവം നമുക്കറിയാലോ, റളിയല്ലാഹു അൻഹു. വാളൂരിയെടുത്ത് എന്തും ചെയ്യുന്ന രംഗെത്തിയപ്പോൾ ഇയാളെ കൂട്ടി വന്നൊരു മനുഷ്യനുണ്ടല്ലോ, സാധു ചെറുപ്പക്കാരൻ ഹുർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് തോന്നി എന്തോ ഒരു പ്രശ്നം ഇവിടെ നടക്കും, പന്തികേട് തോന്നി. ഹുർ ആലോചിച്ച് എന്തപ്പോൾ ചെയ്യുക, ഞാൻ കാരണമാണല്ലോ ചിലപ്പോൾ ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ പോണത്. ആലോചിച്ചപ്പോൾ ഹുറിന് ഒരൊറ്റ പോംവഴി മാത്രമാണ് തോന്നിയത്, ഉമർ തണുക്കണമെങ്കിൽ ഖുർആൻ വേണം. ഖുർആനിലെ സൂറത്ത് അഹ്റാഫിലെ 199 200 ആയത്തുകൾ ഹുർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഗ്രിദ് അനിൽ ജാഹിലീൻ. നീ വിട്ടുവീഴ്ച ചെയ്യണം, നന്മ കൽപ്പിക്കുന്നവനാകണം, വിവരമില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞു കളയണം. വഇമ്മാ യൻസഅന്നക മിനശ് ശൈത്വാനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹ്. നിന്നിൽ നിന്ന് പിശാച് നിന്നെ ഊരിയെടുത്താൽ, കോപത്തിലേക്ക് കൊണ്ടുപോയാൽ നീ അള്ളാഹിനോട് ഇസ്തിആദത്ത് ചെയ്യണം, അള്ളാഹിനോട് ശരണം തേടണം. ആയത്ത് കേട്ടപ്പോൾ ഉമർ തണുത്തു. ഉമർ അവിടെ ഇരുന്നു, അയാളോട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് ഖുർആൻ എന്ത് മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ പ്രവാചകന്റെ വചനങ്ങൾ കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ കേട്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? വിശുദ്ധ ഖുർആൻ കൊണ്ട് സാധ്യമാകാത്തത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരുമിച്ചിരിക്കുമുണ്ടായ സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഒരു മനുഷ്യൻ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരുപാട് തെറി പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു കേട്ടിരുന്നു, തിരിച്ചൊന്നും പറഞ്ഞില്ല. കുറേ സമയത്ത് ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ സഹിക്കാൻ പറ്റാതായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു മറുപടി പറയാൻ വേണ്ടി എണീറ്റു. തിരിച്ചു പറയാൻ തുടങ്ങിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഴുന്നേറ്റ് പോയി. തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. പക്ഷെ ആ കൂട്ടുകാരനെ വന്ന് തെറി പറയുമ്പോൾ പ്രവാചകൻ കേട്ടിരുന്നു. തിരിച്ചു മറുപടി വരാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് പോയി. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടെ നിന്ന് സംസാരം നിർത്തി നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയിട്ട്, റസൂൽ എന്താ നിങ്ങൾ ചെയ്തത്? എന്നെ അയാൾ എന്തൊക്കെ വന്ന് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതെ കേട്ടുന്നു. ഞാൻ തിരിച്ചു മറുപടി വരാൻ തുടങ്ങിയപ്പോഴേക്ക് നിങ്ങൾ എണീറ്റ് പോയല്ലോ. അപ്പോഴല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നീ ക്ഷമയോടെ ഇരുന്നപ്പോൾ നിന്റെ കൂടെ മലക്കുകൾ ഉണ്ടായിരുന്നു. നീ തിരിച്ചു മറുപടി പറയാൻ ആരംഭിച്ചപ്പോൾ മലക്കുകൾ അവിടെ നിന്ന് പോയി, പിശാചുക്കൾ അവിടേക്ക് ഹാജരായി. ഇതാണ് നല്ല കൂട്ടുകാരൻ, ക്ഷമ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടുകാരൻ, സംസാരത്തെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടുകാരൻ. ഇതുകൊണ്ടാണ് അവരൊക്കെ മാറിയത്, അവരുടെ കോപത്തെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചത്. ഇതാണ് സഹോദരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മളിത് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയെ സംബന്ധിച്ചും പ്രവാചകൻ സംസാരത്തെ നിയന്ത്രിച്ചതിനെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപത്തെ നിയന്ത്രിച്ചതിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ ഇരിക്കുന്നത് പ്രവാചകൻ അള്ളാഹിൻ്റെ റസൂലല്ലേ, റസൂലുള്ളാഹിക്കൊക്കെ കോപം വരുമോ, പ്രവാചകന് ദേഷ്യം വരുമോ, റസൂലുള്ളാഹിക്ക് നിയന്ത്രിക്കാനൊക്കെ പറ്റുമല്ലോ, നമ്മളങ്ങനല്ലല്ലോ എന്നാണ്. പക്ഷേ ഞാൻ ചരിത്രത്തെ വായിച്ചു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ ദേഷ്യപ്പെട്ട സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 2-3 സംഭവങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് വിശദീകരിക്കാം. എന്താ പറയുക, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ മദീന പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ വന്ന് നിസ്കരിക്കാറുണ്ടായിരുന്ന സ്വഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വളരെ പ്രഗത്ഭനാണ്. നമ്മൾ പലപ്പോഴും മുആദിൻ്റെ പേര് കേട്ടിട്ടുണ്ടാകും. ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് ഉടനെ മുആദ് എന്ത് ചെയ്യും, സ്വന്തം നാട്ടിലേക്ക് തൊട്ടടുത്തുള്ള അദ്ദേഹം ഇമാമായി നിൽക്കുന്ന പള്ളിയിലേക്ക് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കും. അപ്പം നമുക്കവിടെ ഫിഖ്ഹിപരമായ ചില ചർച്ചകളൊക്കെ ഉണ്ടാവും, ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. പ്രവാചകൻ അംഗീകരിച്ച സംഗതിയാണത്. രണ്ടാമതൊരാൾക്ക് ജമാഅത്തിന് ഇമാമ് നിന്ന് കൊടുക്കുന്നതിനോ ജമാഅത്തിന് കൂടിക്കൊടുക്കുന്നതിനോ പ്രശ്നമല്ല, സുന്നത്താണത്, പ്രതിഫലം കിട്ടും.
അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ സ്ഥിരമായി സുബഹിന്റെ സമയത്ത് ഇങ്ങനെ പ്രവാചകന്റെ കൂടെ നിസ്കരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഇമാമായി നിന്ന് നിസ്കരിച്ചു കൊടുക്കും. ഇതിങ്ങനെ സ്ഥിരമായി ഇങ്ങനെ നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ കർഷകരായ ആളുകളാണ് കൂടുതലും ജമാഅത്തിനുണ്ടാവുക. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ, അവർക്ക് രാവിലെ പണിക്ക് പോകണം, ജോലിക്ക് പോകണം. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കാമെന്ന് മാത്രമല്ല, തിരിച്ചു വന്ന് നിസ്കാരം തുടങ്ങിയാൽ തീരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആ ഹദീത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ബഖറയിലെ ആലിമ്രാനിലെ വലിയ ഭാഗങ്ങളൊക്കെയാണ് അദ്ദേഹം ഓതുന്നതാണ്. സുദീർഘമായിട്ട് ഓതും. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി തുടർന്നപ്പോൾ ഈ കർഷകരുടെ കൂട്ടത്തിലൊരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്തു, മുആദ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഇമാമായി നിൽക്കാൻ വരുന്നതിന് മുമ്പായി ഇയാൾ ഒറ്റക്ക് നിസ്കരിച്ചിട്ട് പണിക്ക് പോയി, ജോലിക്ക് പോയി. ഇയാൾക്ക് നേരത്തെ പോകണം, എന്നാലേ ജീവിക്കാൻ പറ്റൂ. അപ്പം മുആദ് വന്ന് നമസ്കാരം കഴിക്കുമ്പോഴേക്ക് ഇയാൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ കുറച്ച് ദിവസം തുടർന്നപ്പോൾ ചില ആളുകൾ മുആദിനോട് പറഞ്ഞു കൊടുത്തു, മുആദേ, ഇന്ന ഒരാൾ നിങ്ങൾ വരണതിന് മുമ്പ് ഒറ്റക്ക് നിസ്കരിച്ച് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ മുആദ് പറഞ്ഞു, ഇന്നഹു മുനാഫിഖ്, അയാളൊരു കപട വിശ്വാസിയാണ്. കാരണം എന്താ, കുറച്ച് സമയം കാത്തുനിന്നാൽ എന്താ, പഠിച്ചവന് വേണ്ടിയിട്ടല്ലേ, മുനാഫിക്കാണ്. അങ്ങനെ ഇയാൾ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തി. അടുത്ത സമയത്ത് പള്ളിയിലെത്തിയപ്പോൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തട, മുആദ് നിന്നെ പറ്റിയിട്ട് മുനാഫിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യനെ സഹിക്കാൻ പറ്റിയില്ല, അയാൾ കരഞ്ഞു. നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി, സമാധാനത്തിന് നല്ല വാക്ക് ലഭിക്കാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആ മനുഷ്യൻ ഓടിച്ചെന്നു. പ്രവാചകനോട് സങ്കടം പറഞ്ഞു, റസൂലെ, മുആദ് എന്നെ പറ്റി മുനാഫിക്ക് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഞങ്ങൾ ലേറ്റായി താമസിച്ചു പോയാൽ ഞങ്ങളുടെ ഉപജീവനം നടക്കൂല. അതുകൊണ്ട് റസൂലെ, എന്നെ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുആദ് ആണെങ്കിൽ സുദീർഘമായി ഓതി നിസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്നറിയോ? പ്രവാചകൻ അവിടെയാണ് അത്ഭുതകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആളുകളോട് എങ്ങനെ ഇടപെട്ടത്, തൻ്റെ അനുയായികളോട് എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളത് അത്ഭുതകരമായി നമ്മൾ നോക്കി വായിക്കേണ്ട ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുആദിനെ വിളിപ്പിച്ചു. അവിടെയാണ് പ്രവാചകൻ ദേഷ്യപ്പെട്ട ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞ, ഫത്താനുൻ അൻത യാ മുആദ്, മുആദേ, നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണോ? ഇന്ന ഫി വറാഇക്കൽ ഖിബാർ വസ്സിആർ വദുൽ ഹാജ, നിന്റെ പിന്നിൽ നമസ്കരിക്കുന്നവരിൽ പ്രായമായ ആളുകൾ, കുട്ടികൾ, ആവശ്യക്കാരൊക്കെ ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നീ സൂറത്തുൽ അഅല പോലെ, സൂറത്തുൽ ആശിയ പോലെ ഉള്ള സൂറത്തുകൾ നീ പാരായണം ചെയ്യണം. കാരണം എന്താ, അവിടെയുള്ള ആളുകൾ അത്യാവശ്യക്കാരാണ്, വേഗം അവർക്ക് പോകണം. ഒരു ഗ്രാമപ്രദേശത്ത് നിസ്കരിക്കുന്ന പോലെ ഒരു ടൗണിൽ സുദീർഘമായിട്ട് സുബഹ് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആവശ്യക്കാരെ പരിഗണിക്കണം, പ്രായമുള്ളവരെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ പ്രവാചകൻ ദേഷ്യപ്പെടാൻ കഴിയില്ലേ? കഴിയും. രണ്ടാമത് മറ്റൊരു സന്ദർഭം, ആയിഷ ബീവി പ്രവാചകന്റെ മറ്റൊരു ഭാര്യയെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടയിൽ കുറിയവൾ, അല്ലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുള്ളത്തി എന്നൊരു പ്രയോഗം ആയിഷ ബീവി നടത്തി. പ്രവാചകൻ തന്റെ വേറൊരു ഭാര്യനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആയിഷ ബീവി, ആ കുറിയവളെ പറ്റിയാണോ നിങ്ങളിങ്ങനെ സംസാരിക്കണത് എന്ന് ചോദിച്ചത്. പ്രവാചകന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തൊടുത്തു. ആയിഷ ബീവി പറയുന്നുണ്ട്, പ്രവാചകന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നീ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, മുസിജത് ബിമാഇൽ ബഹർ, നീ പറഞ്ഞ വാക്കെങ്ങാൻ ഒരു കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ലമുസിജത്, അത് മലിനായി പോകും. പ്രവാചകൻ ദേഷ്യപ്പെട്ടു എന്നാണ്. മറ്റൊരിക്കൽ ഒരു യാത്രക്കിടെ ഉറുമ്പിൻ കൂട്ടത്തെ കരിക്കപ്പെട്ടത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു എന്നാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ, പ്രവാചകൻ ദേഷ്യപ്പെട്ട സന്ദർഭങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താണെന്നറിയോ, അതിൽ അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു സന്ദർഭങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തിപരമായ ഒരു ആവശ്യത്തിന്, വ്യക്തിപരമായ ഒരു കാര്യത്തിന് ദേഷ്യപ്പെട്ടത് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ, പ്രവാചകനെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചതുകൊണ്ടോ, നമ്മൾ കേട്ടിട്ടില്ല ചിത്രം, പ്രവാചകന്റെ തോളിലുണ്ടായിരുന്ന ഷോള് ഒരാൾ വന്ന് വലിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴുത്തു മുറിഞ്ഞു. പല ആളുകളും ഈ വലിച്ച മനുഷ്യനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പുതപ്പ് ആ മനുഷ്യന് കൊടുക്കല്ലേ ചെയ്തത്. സ്വന്തം കാര്യത്തിന്, വ്യക്തിപരമായ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദേഷ്യപ്പെട്ട നമുക്കൊന്നും കാണാൻ കഴിയില്ല. നേരെ മറിച്ച് പൊതുവായ കാര്യങ്ങൾക്ക്, മതപരമായ വിഷയങ്ങളിൽ, അതുപോലെ തന്നെ തിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ സംഭവിച്ച തെറ്റുകളിൽ
ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടതും കാണാൻ കഴിയും. ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യപ്പെടാൻ അറിയാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള പ്രവാചകന്റെ പ്രാപ്തിയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഇത് നമ്മുടെ ജീവിതമായി നമ്മളൊന്ന് തട്ടിച്ചു നോക്കേണ്ടതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവകരമായി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വാക്ക് എപ്പോഴും നിയന്ത്രണ വിധേയമായിരിക്കണം. കോപത്തെ നിയന്ത്രിക്കാനും വാക്കിനെ നിയന്ത്രിക്കാനും, എൻ്റെ ഒരു വാക്ക് കൊണ്ട് പോലും ഒരാളും വേദനിക്കരുത് എന്ന് ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ വിശ്വാസികളായി തീരുന്നത്. ഓരോ വാക്കും പ്രധാനമാണെന്നാണ്, ഓരോ വാക്കും പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമ, ഒരടിമ ഒരു വാക്ക് പറയുന്നു, ലാ യുൽഖി ലഹാ ബാല, അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ മിൻ സഖ്തില്ല, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കാണ് ആ മനുഷ്യൻ പറയണത്. പടച്ചോന് ഇഷ്ടമല്ല, അള്ള വിലക്കിയൊരു വാക്ക്, നീ പറയരുത് എന്ന് പറഞ്ഞൊരു വാക്ക് ഒരു മനുഷ്യൻ പറയുന്നു. അത് പറയുമ്പോൾ ഒരു പ്രാധാന്യം കൊടുത്തില്ല, ഇങ്ങനെ പറഞ്ഞു പോണ കൂട്ടത്തിൽ പറഞ്ഞതാണ്. യഹ്വി ബിഹാ ഫീ ജഹന്നം, അതിൻ്റെ പേരിൽ അവൻ നരകത്തിൽ എരിയപ്പെടും, ഒരു വാക്കിൻ്റെ പേരിൽ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമ മിൻ റിളവാനില്ല, അല്ലാഹ് തൃപ്തിപ്പെടുന്ന ചില വാക്കുകളുണ്ട്, അത് പറഞ്ഞതിൻ്റെ പേരിൽ യർഫഉല്ലാഹു ബിദറജാത്ത്, അവൻ്റെ ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കും. ഓരോ വാക്കും പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും ഖുതുബകളിൽ പല സന്ദർഭങ്ങളിലും കേട്ട സംഭവമാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിച്ചത്. ഇത് കേൾക്കാത്തൊരു മനുഷ്യൻ പോലെ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഏതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല, തദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായി പോയവനെന്ന് നിങ്ങൾക്കറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹും റസൂലിനും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫ്ലിസ്, അവർ വീണ്ടും പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ പാപ്പരായി പോയവനെന്ന് പറഞ്ഞാൽ ഈ പണമൊന്നും ഇല്ലാത്തവരാണ്, സമ്പത്തൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശദീകരിച്ചു കൊടുത്തു, അൽ മുഫ്ലിസു ഫി ഉമ്മത്തി, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സമുദായത്തിലെ പാപ്പരായി പോയെന്ന് പറഞ്ഞാൽ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരും, ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, ധാരാളം പ്രവർത്തനങ്ങളുമായി വരും. ഒന്ന് നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അവന് ചില ന്യൂനതകളുണ്ട്. എന്താ അത്? അവൻ തൻ്റെ വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ഇടപാട് കൊണ്ട് പലരെയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, പലരുടെയും അഭിമാനത്തെ പിച്ചു ചീന്തിയിട്ടുണ്ട്, പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവൻ്റെ നന്മകളെല്ലാം ബാക്കി അവൻ ആരെയാണോ വേദനിപ്പിച്ചത് ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ഈ വേദനിപ്പിച്ച മനുഷ്യനും കൊടുക്കും. നമ്മൾ കേട്ട ഹദീത്തല്ലേ അത്, മുഫ്ലിസ്, പാപ്പരായി പോയവൻ. സഹോദരൻ, അത് പരലോകത്ത് നടക്കുന്ന സംഗതിയല്ലേ? നമ്മുടെ വാക്കുകൊണ്ട് ഒരു മനുഷ്യനും വേദനിക്കരുത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വിഡ്ഢിയുടെ നാവ് ഹൃദയത്തിൻ്റെ പിന്നിലും, വിഡ്ഢിയുടെ നാവ് ഹൃദയത്തിൻ്റെ മുന്നിലും, ബുദ്ധിമാൻ്റെ നാവ് ഹൃദയത്തിൻ്റെ പിന്നിലുമാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരുത്തൻ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും. വിഡ്ഢിയായ മനുഷ്യനോ സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ടേ ചിന്തിക്കും, സംസാരം കഴിഞ്ഞിട്ടേ ചിന്തിക്കും. നമ്മുടെ വാക്കുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ പല അമലുകളുമാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അത് ചിലപ്പോൾ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അയൽവാസികളാകാം, കുടുംബക്കാരാകാം. പരലോകത്തെത്തുമ്പോൾ എല്ലാവരും ശത്രുക്കളല്ലേ? എല്ലാവരും നമ്മിൽ നിന്ന് പ്രവർത്തനം വാങ്ങിക്കാൻ നിൽക്കുന്നവരല്ലേ? എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണെന്ന് ആരെങ്കിലും പറയോ? വേദനിപ്പിച്ച മനുഷ്യരെല്ലാം അവർ വേദനിപ്പിച്ചവരുടെ അമലുകൾ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ലോകം. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നല്ലേ ആളുകൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഓരോ വാക്കും ശ്രദ്ധിച്ചുപയോഗിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ വാക്കും ശ്രദ്ധിച്ചുപയോഗിക്കാം. സഹോദരങ്ങളെ, മറ്റു ചില കാര്യങ്ങൾ കൂടി, സമയത്തിൻ്റെ പരിമിതി മൂലം ചില കാര്യങ്ങൾ കൂടി, അതിൻ്റെ മറ്റു ചില മേഖലകൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ അറിയോ, ഓരോ വാക്കും പ്രധാനമാണെന്ന് പറയുമ്പോൾ അതിൽ ഗൗരവകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ആളല്ല, ഇങ്ങനെ സംസാരിക്കാൻ അനുവാദമുള്ള ആളല്ല. ചില നിയന്ത്രണങ്ങൾ നമ്മുടെ സംസാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഓരോ വാക്കിനും വില കൊടുക്കുന്നവനാകണം വിശ്വാസി. ഇപ്പം എത്രയോ ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ ഒരാളെ ജോലിക്ക് കൂലിപ്പണിക്ക് വിളിച്ചു, അയാളോട് പറയാണ് നാളെ ജോലിക്ക് വരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ നാളെ വരും എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ അത് പാലിക്കാറുണ്ട്?
ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? വാക്ക് പാലിക്കുന്ന എത്ര മനുഷ്യന്മാർ നമുക്ക് കാണാൻ കഴിയും? ഇവിടെയാണ് വിശ്വാസിയുടെ വാക്ക് എന്നത് ഗൗരവകരമായ ചർച്ചാ വിഷയമാകുന്നത്. എത്രത്തോളം പറയും, ഖുർആനിലെ ഒരു ആയത്ത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. സ്വാദിലെ ഒരു വചനം, ആ വചനം കേട്ടപ്പോൾ അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിലെ അത്ഭുതം നമുക്ക് മനസ്സിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് ഒരു വാക്ക്, ഒരു വിശ്വാസിയുടെ വാക്കിന് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ അസുഖം ബാധിച്ച് കിടക്കുകയാണ് 10-16 കൊല്ലക്കാലത്തോളം. ചരിത്രം നമുക്കറിയാലോ. ഈ സുദീർഘമായ കാലത്തിനിടയിൽ എപ്പോഴോ ഒരിക്കൽ അയ്യൂബ് നബിക്ക് ഭാര്യയോട് പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടായി. ഏതോ ഒരു സമയത്തൊരു അല്പസമയം തോന്നിയൊരു ദേഷ്യം. ആ ദേഷ്യം തോന്നിയപ്പോൾ ഉടനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിന്നെ ഞാൻ 100 അടി അടിക്കുക തന്നെ ചെയ്യും. അതിന്റെ വിശദീകരണം, അതിന്റെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത് എന്നുള്ള ചരിത്രം ഞാൻ പറയണില്ല, നിങ്ങൾ തഫ്സീർ വായിച്ച് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് പറഞ്ഞു. ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അയ്യൂബ് നബിയുടെ ആ കോപാങ്ങ് മാറി. ഭാര്യനോട് പറഞ്ഞാണ്, നിന്നെ ഞാൻ 100 അടി അടിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദേഷ്യം അങ്ങ് തണുത്തു. പിന്നെ സ്വാഭാവികമായ അവർ നല്ല രൂപത്തിൽ ജീവിച്ചു, നല്ല സുഖകരമായി അവർ മുന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ അസുഖം, പ്രയാസങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ കൊടുത്തു. അള്ളാഹു പൂർണ്ണമായി ശിഫ കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ എല്ലാ സമ്പത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തു. സന്താനങ്ങൾ ലഭിച്ചു, സൗകര്യങ്ങൾ ലഭിച്ചു, എല്ലാം ഉണ്ടായി. ഈ സൗഭാഗ്യങ്ങൾ തിരിച്ചു കൊടുത്തപ്പോൾ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്ന വാക്ക് സൂറത്ത് സ്വാദിൽ നമുക്ക് കാണാം. എന്താണെന്നറിയോ? ഖുദ് ബിയദിക ളിഅസൻ ഫലാ തഹ്നദ്. അയ്യൂബ് നബിയോട് പറയാണ്, നീ ഒരു പുൽക്കൊടി കയ്യിലെടുക്കുക, എന്നിട്ട് നിന്റെ വാക്ക് പാലിക്കുക. മനസ്സിലായല്ലോ? എപ്പോ പറഞ്ഞ വാക്കാണ്? കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്ക്, കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്ക്. പക്ഷേ നീ അത് പാലിക്കണം. ഒരു പുൽക്കൊടി എടുത്ത് നിന്റെ ഭാര്യയെ വേദനിക്കാതെ അടിച്ചാൽ മതി. നീ വാക്ക് പാലിക്കുക, വാക്ക് ലംഘിക്കാൻ പാടില്ല. എത്ര ഗൗരവമാണ് അപ്പൊ വിഷയം. ഓരോ വാക്കും പ്രധാനമാണ്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, ഇന്നൊരു സ്ഥലത്ത് വരണം, ഇന്നത് ചെയ്യണം, പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോലെ ഇൻഷാ അല്ലാഹ് ഒന്നും പറഞ്ഞാൽ പോലെ എന്തായാലും ചെയ്യണം. ഞാൻ പറയണവൻ്റെ വാക്കിന് അത്രേ വില ഉള്ളൂ എന്നാണ്. ഇവിടെ സഹോദരങ്ങൾ, ഒരു വിശ്വാസി വ്യത്യസ്തനാകേണ്ടത് ഇവിടെയാണ്. പറഞ്ഞ വാക്കിന് വില കൊടുക്കണം. ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി തരാം. ഖുർആനിൽ സൂറത്തു തഹ്രീം എന്ന അധ്യായം 66-ാമത്തെ അധ്യായമാണ്. അതൊന്ന് വായിച്ചു നോക്കുകയും അതിൻ്റെ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം ഒന്ന് വായിച്ചു നോക്കണം. വളരെ രസകരമായ സംഭവമാണ്. ചിലപ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ടാകും. ഒരു വാക്ക് പാലിച്ചില്ലെങ്കിൽ ലംഘിച്ചാൽ ചെയ്യേണ്ട പ്രായശ്ചിത്തത്തിനെ സംബന്ധിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഖദ് ഫറദല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും. നിങ്ങളൊരു വാക്ക് പാലിച്ചില്ലെങ്കിൽ അതിന് ചെയ്യേണ്ട പ്രായശ്ചിത്തം എന്താണെന്ന് അള്ളാഹു നിർബന്ധാക്കിയിട്ടുണ്ട്. എന്താ അറിയോ? ഈ ആയത്തിറങ്ങുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പ്രവാചകൻ എല്ലാ ദിവസവും വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞാൽ പ്രവാചകന്റെ ഭാര്യമാരുടെ വീട്ടിലേക്കൊക്കെ പോകും. എല്ലാ ഭാര്യമാരുടെ ഹുജറാത്തുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങും. അപ്പോൾ അവർക്ക് പറയാനുള്ള പരാതികൾ, അവരുടെ പരിഭവങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കേട്ട് നിൽക്കും. അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ കേട്ട് അവർ നൽകുന്ന സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വാങ്ങിക്കും, കഴിക്കും, അടുത്ത വീട്ടിലേക്ക് പോകും. അവർക്ക് കാര്യമായി അവരുടെ ആവലാതികൾ പലതും പറയാനുണ്ടാവും. ഭാര്യമാർക്ക് പലപ്പോഴും അവർക്ക് പറയുന്നത് കേട്ട് നിന്നാൽ മതി. ഭാര്യമാർ സംസാരിക്കും, അവരുടെ പരാതികൾ പറയുന്നത്, അവരുടെ പരിഭവങ്ങൾ പറയുന്നത് അതിന് പരിഹാരം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് കേട്ട് നിൽക്കാൻ വേണ്ടി മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതൊക്കെ കേട്ട് നിന്ന് ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങും. അപ്പോൾ പല ഭാര്യമാർ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും. അതിൽ സൈനബ് റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് തേന് കുടിക്കാൻ കൊടുക്കും. പ്രവാചകന് മധുരം വലിയ ഇഷ്ടമാണ്. റസൂൽ അത് വാങ്ങിച്ച് സന്തോഷത്തോടെ കുടിക്കുന്നു മാത്രമല്ല, അടുത്ത വീട്ടിൽ പോയി ബാക്കിയുള്ള ഭാര്യമാരോട് സൈനബ് കൊടുത്ത തേനിൻ്റെ മധുഹും പറയും. ഇന്നും സൈനബ് തേന് കന്നോട്ടോ കുടിക്കാൻ, എല്ലാ ദിവസവും ഇത് പറയും. അപ്പം ഇതിങ്ങനെ സ്ഥിരമായി തുടർന്നപ്പോൾ ബാക്കിയുള്ള പല ഭാര്യമാർക്കും ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. സ്വാഭാവികമായും
പക്ഷെ റസൂലുള്ള എപ്പോഴും ഇതിങ്ങനെ ഒരു മദ്ഹായിട്ട് പറഞ്ഞപ്പോൾ ആയിഷ ബീവി ഇത് സ്ഥിരമായി കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. കാരണം അവരുടെ പ്രായത്തിൻ്റെ ഒരു അപക്വത ഉണ്ടല്ലോ. പിൽക്കാലത്ത് അവർ വലിയ പണ്ഡിതയായി തീർന്നെങ്കിലും ആ സമയത്ത് അവർക്കുണ്ടായ പ്രായത്തിൻ്റെ അപക്വത കൊണ്ട് ആയിഷ ബീവിക്ക് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. ആയിഷ തീരുമാനിച്ചു, റസൂൽ എപ്പോഴും ഇങ്ങനെ സൈനബിൻ്റെ മദ്ഹ് പറയണത് നിർത്തണം, അത് അവസാനിപ്പിക്കണമല്ലോ. അങ്ങനെ നേരെ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നു. ആരാ ഹഫ്സ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണ്, പ്രവാചകന്റെ മറ്റൊരു ഭാര്യയാണെന്ന് മാത്രമല്ല ഉമറിന്റെ മകളുമാണ്. അപ്പൊ ആയിഷ അബൂബക്കറിന്റെ മകളാണ്, ഹഫ്സ ഉമറിന്റെ മകളാണ്. രണ്ടാളുടെയും ബാപ്പമാര് സുഹൃത്തുക്കളായതുകൊണ്ട് ഇവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ നേരെ ഹഫ്സയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, റസൂൽ നിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സൈനബിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ച കാര്യം പറയാറുണ്ടോ? ഹഫ്സയും പറഞ്ഞു, ആ പറയാറുണ്ട്. അപ്പൊ ആയിഷ പറഞ്ഞു, അത് നമുക്ക് നിർത്തണം, കുറച്ച് സൈനബിലേക്ക് റസൂൽ ചായുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് അത് നിർത്തണം. ഹഫ്സ പറഞ്ഞു ശരി. അപ്പൊ ആയിഷ തന്നെ ഒരു ഉപായം റളിയല്ലാഹു അൻഹുമ, ആയിഷ തന്നെ ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു. എന്താ വെച്ചാൽ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു വരുമ്പോൾ തന്നെ നമുക്കൊരു കളവ് പറയാം. എന്താ അത്? മആഫീരിന്റെ ഗന്ധം ഉണ്ട് എന്ന് പറയാം. അക്കാലത്ത് മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കറ കൊണ്ട് ഉണ്ടാക്കുന്ന പാനിയാണ് അത്ര മആഫീർ, മദ്യത്തിന്റെ ഒരു ഗന്ധമുള്ള പാനിയാണ്. അപ്പൊ മആഫീര് മണക്കനുണ്ട് എന്ന് പറയാം. അങ്ങനെ പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൈനബിന്റെ വീട്ടിലൊക്കെ കയറി നേരെ ആയിഷയുടെ വീട്ടിലെത്തി. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലെ എന്താണ് ഒരു ഗന്ധം? മആഫീരിന്റെ ഗന്ധം ഉണ്ടല്ലോ, ഞാൻ കുറേ ദിവസമായി പറയണമെന്ന് വിചാരിക്കണോ, വല്ലാത്തൊരു നാറ്റാണല്ലോ. റസൂൽ അതത്ര കാര്യമാക്കിയൊന്നുമില്ല. കാരണം ആയിഷ ബീവി ചിലപ്പോൾ അതൊക്കെ വെറുതെ പറഞ്ഞേക്കാമെന്നൊരു ധാരണ ഉണ്ടായിരിക്കും, അല്ലാഹു അഅലം. തൊട്ടടുത്ത് ഹഫ്സയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ ഹഫ്സയും ഇതേ കാര്യം പറഞ്ഞു. ആടിനെ പട്ടിയാക്കുക എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ അല്ലേ, മലയാളത്തിൽ നമ്മളൊക്കെ പറയാനുള്ളൊരു പ്രയോഗമാണല്ലോ. അപ്പൊ ഇത് രണ്ടാൾക്കാർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് സംശയം, വഹയില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒന്നും അദൃശ്യമായത് അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും അത് കുടിക്കൂല. പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്, ഇനി ഞാൻ ഒരിക്കലും അത് കുടിക്കൂല. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നീ ഒരു കാര്യം പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞു, പക്ഷേ ആ വാക്ക് നീ പിൻവലിക്കണം. ലിമ തുഹരിമു മാ അഹല്ലല്ലാഹ്, അല്ലാഹ് അനുവദിച്ച കാര്യം നീ എന്തിനാണ് ഹറാമാക്കുന്നത്? താങ്കൾ എന്തിനാണ് ഹറാമാക്കുന്നത്? അതുകൊണ്ട് വാക്ക് പിൻവലിക്കണം, പറഞ്ഞ വാക്ക് ലംഘിക്കണം. എന്നിട്ടോ എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും. നിങ്ങളൊരു വാക്ക് പറഞ്ഞ് ലംഘിച്ചാൽ അതിൻ്റെ പ്രായശ്ചിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാനുണ്ട്. എന്താ പ്രായശ്ചിത്തം എന്നറിയോ? ഒരാളൊരു വാക്ക് പറഞ്ഞ്, ഒരു സത്യം ചെയ്തു, ഒരു ശപഥം ചെയ്തു, അത് പാലിച്ചില്ലെങ്കിലുള്ള പ്രായശ്ചിത്തം എന്താണെന്നറിയോ? 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 പാവപ്പെട്ടവർക്ക് അഗതികൾക്ക് വസ്ത്രം കൊടുക്കണം, അതല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം, അതും അല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കണം. മനസ്സിലായല്ലോ? ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ മൂലയ്ക്ക് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ചത് ഞാൻ എത്ര ചാക്ക് അരി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണെന്ന്. അപ്പോൾ ഓനിങ്ങനെ സാധാരണ ഒരു പണിക്കാരനാണ്, പല സ്ഥലത്തും ആൾക്കാർ വിളിക്കുമ്പോൾ നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ പറയുമ്പോൾ തന്നെ ഓനറിയാം നാളെ പോകില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ മറ്റുള്ളവരുന്നൊരു വിശ്വാസി വ്യത്യസ്തനാണ്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളോട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ അയാൾക്ക് തോന്നണം ഇവൻ പാലിക്കും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകാവസാനത്തിന് എടുക്കുമ്പോൾ ഒരു കാലം വരും, അന്ന് ആളുകൾ പറയും, ഇന്ന സ്ഥലത്ത് ഇന്നൊരു മനുഷ്യനുണ്ട് കേട്ടോ, സത്യസന്ധനായ ഒരു മനുഷ്യൻ, അമാനത്തൊക്കെ പാലിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ കാണാൻ കിട്ടൂല അങ്ങനെ ഒരു മനുഷ്യനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഓരോ വാക്കും വളരെ ഗൗരവകരമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പം നമുക്ക് പറഞ്ഞ സമയം പാലിക്കുന്ന എത്ര ആളുകളുള്ളത്? കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. ഒരു സ്ഥലത്ത് നിക്കാഹിന് വന്ന ഒരു മനുഷ്യൻ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കുഴപ്പം, അയാൾ വരുന്നതിന് മുമ്പ് നിക്കാഹ് തീർന്നതാ പ്രശ്നം. അപ്പം അയാൾ പറയണമെന്ന് വെച്ചാൽ 10 മണി എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് എങ്ങനെയാണ് തുടങ്ങല്? 10 മണിക്ക് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് എങ്ങനെയാണ് തുടങ്ങല്? അത് നാട്ടിൽ നടക്കില്ലാത്ത കാര്യമാണല്ലോ എന്നാണ്. അപ്പം ആളുകൾ ചിന്തിക്കണത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വ്യത്യസ്തത, നമ്മുടെ സ്വഭാവത്തിൽ ഐഡൻറ്റിറ്റി ഉണ്ടാകേണ്ടത് വാക്കിന് വില കൊടുക്കുന്നവനാകണം. ഒരു വാക്ക് പറയുമ്പോൾ അത് ലംഘിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. കാലങ്ങൾക്ക് ശേഷം ഏതോ കാലം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഗൗരവകരമായി നമ്മൾ ആ വിഷയത്തെ കാണണമെന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഓരോ വാക്കിനും എത്രമാത്രം നമ്മൾ ഗൗരവം കൊടുക്കണമെന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, അതുകൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ നോക്ക്, നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന ആദ്യത്തെ വാക്കിന് വലിയ വിലയുണ്ട്. ഒരു വിശ്വാസിയുടെ വാക്ക്, ആദ്യ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു പ്രയാസം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വന്നു, അയാളുടെ കിഡ്നി ഫെയിലിയറായി, അയാളൊരു പ്രയാസം ഉണ്ടായി, അയാൾ ആദ്യം വലിയ മാനസികമായി പ്രയാസം അയാൾക്കുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, ഒരു കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, പിന്നെ അയാൾ ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. പിന്നെ അയാളുടെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായി അതിങ്ങനെ മാറും. ഒരിക്കലും ഇങ്ങനെ മലബാർ ക്യാൻസർ സെൻ്ററിൽ ഒരാളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഒരു കാഴ്ച എന്താ വെച്ചാൽ, ഒരു സ്ത്രീ ഒരു കീമോ ഒക്കെ കഴിഞ്ഞ് മുടിയൊക്കെ പൂർണ്ണമായും പോയി, ശരീരത്തിലെ രോമങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഒരു ഷാള് മാത്രം ഇങ്ങനെ തലയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോള് അവരുടെ തലയിൽ നിന്ന് താഴേക്ക് വീണു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അവരുടെ കുടുംബക്കാരോ മറ്റായിരിക്കാം, ഒരു സ്ത്രീ എന്ത് ചെയ്തു, ആ ഷോള് തലയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ തലയിലേക്ക് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മുടിയൊക്കെ നഷ്ടപ്പെട്ട് അസുഖബാധയായ ഈ സ്ത്രീ എന്ത് ചെയ്തു, അത് തിരിച്ച് പഴയതുപോലെ തന്നെ ഇട്ടു. അവർക്കതൊരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? മനുഷ്യൻ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യ സന്ദർഭത്തിൽ വലിയ അസ്വസ്ഥത കാണിക്കും, പിന്നെ അതിനോട് പതുക്കെ പൊരുത്തപ്പെട്ടു പോകും. ഇത് മനുഷ്യൻ്റെ സ്വാഭാവികമായൊരവസ്ഥയാണ്. ഒരസുഖമുണ്ടായി എന്ന് ആദ്യം അറിയുന്ന നിമിഷം ആ മനുഷ്യൻ തകർന്നു പോകും, പിന്നെ പൊരുത്തപ്പെട്ടു വരും. പക്ഷെ ഒരു വിശ്വാസം, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ക്ഷമ ഈമാൻ്റെ പകുതിയാണെന്ന് പറയാറില്ലേ? അത് ഏത് ക്ഷമയാണെന്നറിയോ? ഇന്ന സ്വബറ ഇൻദ സ്വദമത്തിൽ ഊല എന്നാണ്. ക്ഷമ ആദ്യഘട്ടത്തിൽ ഉണ്ടാകേണ്ടതാണ്. പ്രയാസം ഉണ്ടായി എന്നറിയുമ്പോൾ ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന ക്ഷമയാണ് ഈമാൻ്റെ പകുതിയായ ക്ഷമ. ആ സമയത്ത് സംസാരിക്കുന്ന വാക്കിനും വലിയ വിലയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ തൻ്റെ മടിയിൽ കിടന്ന് മരണപ്പെട്ടപ്പോൾ ആളുകൾ ചോദിച്ചില്ല, റസൂലേ അങ്ങ് കരയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഐന തദ്മഅ, കണ്ണ് കണ്ണീര് പൊഴിക്കുന്നു, വൽ ഖൽബു യഹ്സൻ, ഹൃദയം വേദനിക്കുന്നുണ്ട്, വലാ നഖൂൽ ഇല്ലാ മാ യർള റബ്ബന, പക്ഷെ അല്ലാഹ് തൃപ്തിപ്പെടാത്തൊരു വാക്കും ഞാൻ പറയൂല. മനസ്സിലായല്ലോ? ആ വാക്കിന് വലിയ വിലയുണ്ട് എന്നാണ്. എത്രത്തോളം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ്റെ മകൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മരണവാർത്ത അറിഞ്ഞ നിമിഷം ആദ്യം എന്താണ് പറഞ്ഞത് എന്ന് അള്ളാഹു മലക്കുകളോട് ചോദിക്കും. ആദ്യം പറഞ്ഞ വാക്കെന്താണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്താണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം അയാളുടെ മകളുടെ മരണത്തെക്കാൾ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഒരു ദുരന്തം വേറില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേറെ ദുരന്തമില്ല. അത്രയും വലിയ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, ആ മനുഷ്യൻ ആദ്യം പറഞ്ഞത് എന്താണ്? അപ്പം മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅക, അള്ളാഹുവേ അവൻ നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വസ്തർജഅക, അവൻ ഇസ്തിർജാ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മലക്കുകളോട് അള്ളാഹു പറയുക, അവന് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനമൊരുക്കി വെക്കണം, അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന് പേര് നൽകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആവശ്യപ്പെടുന്നതാണ്. ആദ്യം പറയുന്ന വാക്ക്, ഒരു പ്രയാസം ഉണ്ടായി ആദ്യം അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ചു വെക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പ്രയാസത്തിൻ്റെ ആദ്യ സമയത്ത് പറയുന്ന വാക്ക്, അതിന് വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില വാക്കുകളുണ്ട്, അള്ളാഹ് തൃപ്തിപ്പെടുന്ന വാക്ക് പറഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹു വലിയ ദർജയിലേക്ക് എത്തിക്കും. അള്ളാഹ് തൃപ്തിപ്പെടാത്ത വാക്ക് പറഞ്ഞാൽ ആ ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ യഹ്വീ ഫീ ജഹന്നം, അതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇത് സ്വഹാബാക്കളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ വനിതകളിൽ വളരെ പ്രഗത്ഭയായ ആളാണ് ഖൻസ റളിയല്ലാഹു അൻഹ. ഖൻസ വലിയ കവയത്രിയാണ്. ധാരാളം കവിതകൾ എഴുതിയ, അറബി സാഹിത്യം പഠിക്കുമ്പോൾ ഖൻസായിൻ്റെ കവിതകളെ മാറ്റിവെച്ചുകൊണ്ട് അറബി സാഹിത്യം പൂർണ്ണമാകൂല. ജാഹിലിയത്തിലെയും ഇസ്ലാമി കാലഘട്ടത്തിലെയും അറബി സാഹിത്യം പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭത, ആദ്യത്തെ ഒരു 10 ആളെ പേരെടുത്താൽ അതിലൊന്ന് ഖൻസായിൻ്റെ പേര് കാണാൻ കഴിയും. അത്രയും പ്രഗത്ഭയാണ്.
അവരുടെ കവിതകളൊക്കെ എന്തായിരുന്നു അറിയാം, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ കവിതകൾ മൊത്തം അവരുടെ സഹോദരങ്ങളെ പറ്റിയുള്ള കവിതകളായിരുന്നു. 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരാണ്. അവരെ ഓർമ്മിച്ചുകൊണ്ട് ധാരാളം കവിതകൾ ഇങ്ങനെ പാടി, ഒരുപാട് കവിതകൾ. ആ കവിതകളാണ് വളരെ പ്രസിദ്ധമായത്. അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് എത്തിയ ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായി അവർ മാറി. പ്രവാചകന്റെ കൂടെ യുദ്ധപ്രഖ്യാപനം നടത്തപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൂടെ യുദ്ധത്തിന് 4 ആൺമക്കളെ ഖൻസ യുദ്ധത്തിന് വേണ്ടി അയക്കുകയാണ്. 4 ആൺമക്കളെ. ആ യുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധഭൂമിയിൽ തൻ്റെ മക്കളെ അന്വേഷിച്ച് നടക്കുന്ന ഖൻസായിനെ ചരിത്രത്തിൽ കാണാൻ കഴിയും. 4 മക്കളും മരണപ്പെട്ട നിലയിലാണ് ഖൻസാ കണ്ടെത്തുന്നത്. 4 മക്കളും മരിച്ചിരുന്നു, കൊല്ലപ്പെട്ടിരുന്നു, രക്തസാക്ഷികളായിരുന്നു. ആ സമയത്ത് ഖൻസാവ് പറഞ്ഞൊരു വാക്കുണ്ട്, അതും വളരെ പ്രസിദ്ധമാണ്. ഖൻസാവ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലി അബ്നാഇ. എൻ്റെ മക്കളുടെ മരണം കൊണ്ട് എന്നെ ശ്രേഷ്ഠയാക്കിയ അള്ളാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാ എന്നാണ്. ഒരു വിശ്വാസിക്ക് അതിന് സാധിക്കും. ആ വാക്കിൻ്റെ പേരെത്രയെന്നറിയോ? ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് സ്തുതി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടി നമ്മൾ ചേർക്കണം. അത് അൽഹംദുലില്ലാ എന്നുള്ള വാക്യമാണ്. അത് വിശ്വാസിയുടെ വാക്യമാണ്. മനസ്സിലായല്ലോ? അത് വിശ്വാസമുള്ള ഒരു മനുഷ്യന് മാത്രമേ ആത്മാർത്ഥമായിട്ട് പറയും, പടച്ചോനെ നീ എന്ത് തീരുമാനിച്ചാലും നിനക്കാണ് സർവസ്തുതിയും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഓരോ വാക്കും വിലപ്പെട്ടതാണ് എന്നാണ് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചു വന്നത്. അപ്പോൾ ഓരോന്നും നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കുകയാണ്. ഓരോ വാക്കും നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആലോചിച്ച് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ പേരിൽ നാളെ ചോദ്യം ഉണ്ടാകും. നമ്മുടെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മൾ കുറേ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ പടച്ചവൻ്റെ അടുത്തേക്ക് പോണത്. അല്ലെ, ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട് എന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത നമസ്കാരം, നമ്മൾ ചെയ്ത രാത്രി നമസ്കാരം, സ്വതഖകൾ, ഉംറകൾ, ഹജ്ജുകൾ, എല്ലാ നന്മകളും നമ്മിൽ നഷ്ടപ്പെടാൻ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചത് മതി, ഒരാളെ പ്രയാസപ്പെടുത്തിയത് മതി. അതാരും ആയിക്കോട്ടെ. അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ചു മാത്രം വാക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ നഷ്ടം നമ്മളിൽ ഉണ്ടാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 കാര്യങ്ങളെ തൊട്ട് ആരെനിക്കുറപ്പ് നൽകുന്നോ അവന് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. ഒന്ന് തൻ്റെ രഹസ്യാവയവമാണ്, രണ്ടാമത്തത് തൻ്റെ നാവാണ്, എല്ലില്ലാത്ത അവയവങ്ങൾ. ആ നാവിനെ തൊട്ട് ഉറപ്പ് തന്ന സ്വർഗം ഞാൻ ഉറപ്പ് നൽകുന്നതാണ്. അതുകൊണ്ട് ഇത് നിയന്ത്രിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഇത് എല്ലാവർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇവിടെയാണ് ഒരു വിശ്വാസിയും വിശ്വാസമുള്ളവരും തമ്മിൽ വ്യത്യസ്തനാകേണ്ടത്. നമ്മുടെ ഐഡൻറ്റിറ്റിയായി മാറണം. മഹാനായ ഉമറുല്ലാഹ് പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, എന്താണെന്നറിയോ? എൻ്റെ മൗനത്തിൻ്റെ പേരിൽ എനിക്കൊരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ വാക്കുകളുടെ പേരിൽ പലപ്പോഴും എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. സംസാരം നിയന്ത്രിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ചിലപ്പോൾ നമുക്ക് പറയണമെന്ന് തോന്നും, ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നും, പക്ഷെ അവിടെ മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകൾ നടക്കുന്നു, നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്നു, പലതും പറയണമെന്ന് തോന്നുന്നു, പക്ഷേ മൗനമാണ് ഒരുപക്ഷെ അവിടെ ഏറ്റവും ഹൈറായി തീരുക. ചിലത് തൽക്കാലം നിയന്ത്രിച്ച് മിണ്ടാതിരുന്നാൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും നല്ലത് പറയണം, അല്ലെങ്കിൽ ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പറയണമെങ്കിൽ നല്ലത് പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ചില വാക്കുകൾ എടുത്തുചാടി പറഞ്ഞാൽ അതിൻ്റെ പേരിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രയാണ്, ദുനിയാവിലും ആഖിറത്തിലും. ബന്ധങ്ങളുണ്ടാകുന്ന വിള്ളൽ എത്രയാണ്, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയാണ്. അതുകൊണ്ട് നിയന്ത്രണ വിധേയമാക്കണം നമ്മുടെ സംസാരം, നമ്മുടെ വാക്ക് എന്നതാണ് എൻ്റെ സംസാരത്തിൻ്റെ രത്നച്ചുരുക്കമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പറയുന്ന വാക്കിന് നമ്മൾ വില കൊടുക്കണം. ഒരാളുമായി ഏർപ്പെടുന്ന കരാർ, ആ വാക്കിനും നമ്മൾ വില കൊടുക്കണം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന വാക്ക് എല്ലാം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. എന്താണ് ഖുർആനും ഹദീസും പ്രവാചകൻ്റെ വചനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം, മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും
അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും റബ്ബവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ റബ്ബിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ അബദ്ധങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.